ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സച്ചിൻ രേവതിയും കൂടെ ടൂർ പോയി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവരവിടെ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് രേവതി പറയുന്നുണ്ട് സച്ചിയോട്, നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം, എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്ന് പറഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നാട്ടിലെത്തിയതും അച്ഛനും അമ്മയും കണ്ടിട്ട് എന്താണ് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത്, എന്താണ് അവിടെ, എന്താ 3-4 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് വലിയൊരു ഓർഡർ കിട്ടി, അപ്പോൾ അതുകൊണ്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കത് അത്ര വിശ്വാസമായിട്ടില്ല, അവിടെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവർ തിരിച്ചു വന്നത്, പോകുമ്പോഴുള്ള സന്തോഷം വരുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ചന്ദ്രമതി. രേവതിയുടെ അനിയൻ ശരത്ത് പഠിക്കുകയാണ്. അപ്പോൾ രാത്രി നേരത്ത് ഇങ്ങനെ ഇരുന്ന് പഠിക്കണ്ട, ഉറക്കൊഴിച്ച് പഠിക്കണ്ട, എന്തെങ്കിലും അസുഖം വരും എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുകയാണ്. അപ്പോൾ അവളുടെ അനിയത്തി അപ്പുറത്തെ റൂമിൽ ഫോൺ നോക്കിയിരിക്കുമ്പോൾ ശരത്ത് പോയി പറയുന്നുണ്ട്, എന്താണ് ഉറങ്ങിയില്ലേ എത്ര നേരം, ആരെയാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവളെയും കുറച്ച് ശകാരിച്ചിട്ട് അങ്ങനെ അവൻ പോയി കിടന്നു. പിന്നെ നമ്മുടെ ബീരാൻ വന്നിട്ട് പുതിയൊരു റോളിലാണ് ഇന്നത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത്. ആളൊരു ഹിന്ദുവാണ്, ജയരാജ് എന്നാണ് പേര്. ഒരു പെങ്ങളുണ്ട്, പെങ്ങളുടെ അടുത്ത് അപ്പോൾ വർത്താനം പറയുന്ന ഒരാൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുകയാണ്. അപ്പോൾ ബീരാൻ എന്നുള്ള പേരല്ലാതെ ജയരാജ് എന്നുള്ള പേര് കണ്ടു. അപ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് ഇടേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പെങ്ങളോട് പറയുകയാണ്. അപ്പോൾ എൻ്റെ പേര്, ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമയിൽ എൻ്റെ പേര് ബീരാൻ എന്നായിരുന്നു, അതുകൊണ്ട് എല്ലാവരും എന്നെ അറിയപ്പെടുന്നത് ബീരാൻ എന്നുള്ള പേരിലാണ്, ശരിക്കും എൻ്റെ പേര് ജയരാജ് എന്നാണ് എന്ന് പറഞ്ഞിട്ട് അയാളോട് പറയുന്നുണ്ട് തിരിച്ച് മറുപടി. രേവതിയുടെ അനിയത്തി അരുൺ എന്ന് പറഞ്ഞ ആളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പോലീസ് ഓഫീസറാണ്, നാട്ടിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരിക്ക് കൊണ്ടുപോയിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. ആർക്കും അറിയില്ല, നിനക്ക് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് നിനക്ക് മാത്രമേ ചോക്ലേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ആളെ മാത്രമേ കല്യാണം കഴിക്കൂ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. ശ്രുതിയുടെ കയ്യിൽ കബോർഡിൽ നിന്ന് ഒരു നോട്ടീസ് കിട്ടുന്നുണ്ട്. നോക്കുമ്പോൾ കടയുടെ ഡ്യൂ അടച്ചിട്ടില്ല, അതിൻ്റെ നോട്ടീസായിരുന്നു. അങ്ങനെ പോയിട്ട് ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഡ്യൂ അടച്ചില്ല, അപ്പോൾ ഇതിനുള്ള പൈസയെല്ലാം ഞാൻ എവിടെ നിന്ന് സംഘടിപ്പിക്കും, കട അടച്ച് പൂട്ടില്ല, ഇനിയും ഇത് അടയ്ക്കാതിരുന്നാൽ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നത്, ഇത് അച്ഛൻ്റെ കടയല്ലേ, അത് അടച്ച് പൊക്കോട്ടെ, ഞാൻ എല്ലാം കൂടെ എവിടെ നിന്ന് സംഘടിപ്പിക്കും, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, നമ്മുടെ പൈസ കൊണ്ടുപോയ ആളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇതൊന്നും റെഡിയാവില്ല, കടയുടെ ഡ്യൂ എങ്കിലും അടയ്ക്കണം, അച്ഛൻ്റെ പൈസ എപ്പോഴെങ്കിലും കൊടുത്താലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി സംസാരിക്കുകയാണ്. സച്ചി ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരു പോലീസ് ജീപ്പ് അതിൽ പാസ് ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, വണ്ടി എടുക്കരുത്, നോ പാർക്കിംഗ് ഏരിയയിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സച്ചി പറഞ്ഞു, ഞാനത് കണ്ടില്ല, ബോർഡ് കണ്ടില്ല സാർ, സോറി, ഞാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നതാണ്, ഒരാളെ ഇറക്കി എന്നിട്ട് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊന്നും അറിയാതെയാണോ ഡ്രൈവിംഗ് പഠിച്ചത്, അല്ല അറിയില്ലെങ്കിൽ പോയി പഠിച്ചിട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിൻ്റെ അടുത്ത് പോലീസ് ഓഫീസർ ചൂടാവുന്നുണ്ട്. പുതിയൊരു പോലീസ് ഓഫീസറാണത്, അരുൺ ആണ്. അപ്പോൾ നിൻ്റെ തന്തയുടെ വകയൊന്നും അല്ലല്ലോ ഈ റോഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ ദേഷ്യത്തിൽ സച്ചി മുഖമാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. താങ്ക് യു ഫോർ ദ വാച്ചിങ് മൈ വീഡിയോ.